ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ്. നേരത്തെയുള്ള പ്രോബ്ലംസിലൊക്കെ നമുക്ക് ഇക്വാലിറ്റി കൺസ്ട്രെയിൻസേ ഉള്ളൂ, ഈക്വൽ സൈനുള്ള കൺസ്ട്രെയിൻസേ ഉള്ളൂ. ഈക്വൽ സൈനുള്ള കൺസ്ട്രെയിൻസ് നമ്മൾ സാധാരണയായിട്ട് എച്ച് എന്നുള്ള സിമ്പലാണ് ഉപയോഗിക്കുക. എച്ച് ഈക്വൽ ടു സി എന്നുള്ള രൂപത്തിൽ. അപ്പോൾ രണ്ട് ഈക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ H1 ഈക്വൽ ടു C1, വേറൊന്ന് H2 ഈക്വൽ ടു C2 എന്ന രൂപത്തിൽ എടുക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ്. അതിൽ തന്നെ സിമ്പൽ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് ഉറപ്പ് വരുത്തണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പൽ ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കാൻ നമുക്കറിയാം, രണ്ട് സൈഡും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കൺസ്ട്രെയിൻസ്, അതായത് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് വരുന്ന പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച മൾട്ടിപ്ലയേഴ്സ്, എൽ എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചൻ ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ, എൽ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഉണ്ടാവും, മൈനസ് മ്യൂ ഇൻറ്റു എച്ച് മൈനസ് സി അങ്ങനെ എടുക്കുക. ഒരൊറ്റ ഈക്വാലിറ്റി കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ മൈനസ് മ്യൂ ഇൻറ്റു എച്ച് മൈനസ് സി എടുക്കുക. ഇനി രണ്ടെണ്ണം ഉണ്ട്, H1 ഈക്വൽ ടു C1 H2 ഈക്വൽ ടു C2. രണ്ട് ഈക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എൽ എടുക്കുക എങ്ങനെയാണ്? എഫ് മൈനസ് മ്യൂ 1 ഇൻറ്റു H1 മൈനസ് C1 മൈനസ് മ്യൂ 2 ഇൻറ്റു H2 മൈനസ് C2 എന്ന രൂപത്തിലാണ് എടുക്കുക. ഇവിടെ പക്ഷേ നമ്മൾ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഈ രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നത്. G ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ഒരെണ്ണം ഉണ്ടെങ്കിൽ G ലെസ് ദാൻ ഓർ ഈക്വൽ ടു B, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ G1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 G2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2 എന്ന രൂപത്തിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും അതിൽ ഉൾപ്പെടുന്ന സിമ്പൽ. അപ്പോൾ ആ തരത്തിലാകുമ്പോൾ നമ്മൾ ഈ മ്യൂ 1 മ്യൂ 2 അല്ല ഉപയോഗിക്കുക. ഇതിന് ഇങ്ങനെയുള്ളത് നമ്മൾ ഉപയോഗിക്കുക സൗകര്യത്തിന് ലാംഡ 1 ലാംഡ 2 അത് ഉപയോഗിക്കുക. ഒരെണ്ണം ഉള്ളതെങ്കിൽ ഒരു ഇക്വാലിറ്റി കൺസ്ട്രെയിൻ്റ് ഉണ്ടെങ്കിൽ G ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആണെങ്കിൽ നമ്മൾ എൽ എന്നുള്ള ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എഴുതുമ്പം എഫ് തന്നുള്ള എഫ് ഉണ്ടാവില്ല ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ് ലാംഡ ഇൻറ്റു G എന്നുള്ളതാണ്, G മൈനസ് പി എന്നായിരിക്കും, G മൈനസ് പി. ഇനി രണ്ടെണ്ണം ഉണ്ട് വെച്ചോ, G1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 G2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? എൽ കാണുമ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ലാംഡ 1 ഇൻറ്റു G1 മൈനസ് B1 മൈനസ് ലാംഡ 2 ഇൻറ്റു G2 മൈനസ് B2 എന്ന രൂപത്തിൽ എടുക്കണം ലഗ്രാഞ്ച് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ. അതാണ് എന്തായാലും നമ്മൾ ഒരു ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻ്റുള്ള പ്രോബ്ലം തൽക്കാലം നോക്കാം. അത് വളരെ സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലത്തിലൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാനാണ് വിചാരിച്ചത്. സബ്ജക്റ്റ് ടു ഒറ്റ കണ്ടീഷൻ മാത്രമേ ഇൻഇക്വാലിറ്റി കണ്ടീഷൻ, G ലെസ് ദാൻ ഓർ ഈക്വൽ ടു B അല്ലെങ്കിൽ G ഓഫ് X ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്നുള്ള. അപ്പോൾ ഇതിന് സ്റ്റെപ്പ് 1 നമ്മൾ ഫോം ചെയ്യുന്നത് ലഗ്രാഞ്ച് ഫംഗ്ഷൻ എല്ലാണ്. എൽ എന്ന് പറഞ്ഞാൽ എഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ് ആണ്, എപ്പോഴും മൈനസ്. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാലിറ്റി ആയതുകൊണ്ട് നമ്മൾ മ്യൂ 1 ഒന്നും ഉപയോഗിക്കില്ല, ലാംഡ അതൊക്കെ ഉപയോഗിക്കും. അപ്പോൾ മൈനസ് ലാംഡ ഇൻറ്റു ഇത് ഈ കൺസ്ട്രെയിൻ്റ് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് എടുക്കും, G മൈനസ് ബി എന്നെടുക്കും. അപ്പോൾ G മൈനസ് ബി അല്ലെ G ഓഫ് X മൈനസ് ബി, ഇതാണ് ലഗ്രാഞ്ച് ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ഇതിൽ എക്സും വൈയും ലാംഡയുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നേരത്തെ നിന്ന് വ്യത്യാസമായിട്ട് ഇത് ചെയ്യുമ്പോൾ വേരിയബിളില്ലേ, മെയിൻ വേരിയബിൾ എക്സ് വൈ, അതിൻ്റെ മാത്രം ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ഡോ എൽ ബൈ ഡോ വൈ ഈക്വൽ ടു 0 എടുക്കും. പിന്നെ ഒരു എക്സ്ട്രാ വരുന്നത് ഡോ എൽ ബൈ ഡോ ലാംഡ 0 എന്നുള്ളത് എടുക്കേണ്ട ആവശ്യമില്ല. ഡോ എൽ ബൈ ഡോ ലാംഡ 0 എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന് പകരം നമ്മൾ എടുക്കുന്നത് ലാംഡ ഇൻറ്റു G ഓഫ് X മൈനസ് ബി ഈക്വൽ ടു 0 എന്നുള്ള ഒരു സംഗതിയാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഇക്വാലിറ്റി കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മ്യൂ ഉണ്ടെങ്കിൽ ഡോ എൽ ബൈ ഡോ മ്യൂ കൂടി എടുക്കുമായിരുന്നു. പക്ഷേ ഇൻഇക്വാലിറ്റിക്ക് വരുന്നതിന് നമ്മൾ ആ സിമ്പലിനനുസരിച്ചുള്ള ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ പാടില്ല എന്നുള്ള ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഡോ എൽ ബൈ ഡോ ലാംഡ എടുക്കാൻ പാടില്ല. അതിന് പകരം ലാംഡ ഇൻറ്റു ഇത് ഒരുമിച്ച് ഇപ്പുറത്തേക്ക് എടുത്തിട്ട് G ഓഫ് X മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ലാംഡ ഇൻറ്റു G ഓഫ് X മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇനി ഗിവൺ കണ്ടീഷൻസ് എഴുതാം. നേരത്തെ അതില്ലായിരുന്നു, ഗിവൺ കാര്യങ്ങളും എഴുതാം. അപ്പോൾ G ഓഫ് X ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മാത്രമല്ല ഇതിലുള്ളൂ, അത് എഴുതാം ഗിവൺ. പിന്നെ ഇത് ലാംഡ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരുന്നു. നേരത്തെ അതില്ലായിരുന്നു. മ്യൂവിൻ്റെ കാര്യത്തിൽ അങ്ങനെ വരുന്നത് ഇന്ന് മ്യൂ പോസിറ്റീവാണ് നെഗറ്റീവ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. മ്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, അതെന്തായാലും പ്രശ്നമില്ല പോസിറ്റീവ് നേരത്തെ കേസിൽ.
ഇക്വാലിറ്റിയുടെ കേസ്. പക്ഷേ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസിൽ നമുക്ക് വരുന്ന ലാംഡ ഉണ്ടല്ലോ, അത് സ്ട്രിക്റ്റ് ആയിട്ട് നോൺ നെഗറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഏത് പ്രോബ്ലം ആണെങ്കിലും മാക്സിമൈസ് ചെയ്യാൻ ചോദിച്ചതാണെങ്കിൽ. ഇത് മിനിമൈസ് ചെയ്യാൻ ചോദിച്ചാണെങ്കിൽ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ, ചിലപ്പോൾ ഇതെന്താ വെച്ചാൽ ഒരേ പ്രോബ്ലത്തിൽ മാക്സിമൈസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും ചോദിച്ചാൽ മാക്സിമം കിട്ടുന്നത് ലാംഡ പോസിറ്റീവ് ആവുന്ന എക്സ് വൈക്കായിരിക്കും, മിനിമം കിട്ടുന്നത് ലാംഡ നെഗറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന എക്സ് വൈക്കായിരിക്കും. അപ്പോൾ രണ്ടെണ്ണവും ഒരേ പ്രോബ്ലത്തിൽ ചോദിക്കാം, ചില മാക്സിമൈസും മിനിമൈസും. അപ്പോഴാണ് നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ എടുത്താൽ മതി, എല്ല് മാക്സിമം മിനിമം ആയാലും എല്ല് ഇങ്ങനെ എടുത്താൽ മതി, അത് ഒരേ പ്രോബ്ലത്തിൽ വന്നാൽ. പക്ഷേ അപ്പോൾ ലാംഡ പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ 0 ആയിരിക്കണം. എന്തിന്? മാക്സിമം കിട്ടുന്നതിന്. അങ്ങനെയുള്ള എക്സ് വൈക്കാണ് മാക്സിമം കിട്ടുക. ഏതൊക്കെ എക്സ് വൈക്കാണ് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നത്, ആ എക്സ് വൈക്കായിരിക്കും മിനിമം കിട്ടുക. മനസ്സിലായി? അപ്പോൾ അത് ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ. അപ്പം എക്സ്ട്രാ വരുന്നത്, നേരത്തെ വ്യത്യാസമായിട്ട് വരുന്നത് ഈ മൾട്ടിപ്ലയർ, ഇൻഇക്വാലിറ്റീൻ്റെ മൾട്ടിപ്ലയർ എന്താണോ അതിനനുസരിച്ചുള്ള ഡോയൽ ബൈ ഡോ ലാംഡ ആവശ്യമില്ല, കാണേണ്ട ആവശ്യമില്ല. പക്ഷേ മ്യൂ ആണെങ്കിൽ വേണം. ഇക്വാലിറ്റിക്കുള്ള കൺസ്ട്രെയിൻറ്റ് വരുന്ന നേരത്തെ വരുന്ന മ്യൂ ഇല്ല, അതാണെങ്കിൽ വേണം. പക്ഷേ ഇങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് വന്നാൽ അങ്ങനെ നമ്മൾ പാരാമീറ്ററിനനുസരിച്ചിട്ടുള്ള ഡെറിവേറ്റീവ് വേണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇക്വാലിറ്റി കൂടി വന്നാലും അത് വേണ്ട. മനസ്സിലായില്ലേ? ഈ ഇടയിൽ ഇക്വാലിറ്റി വന്നാലും അത് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇൻഇക്വാലിറ്റി എവിടെ വന്നാലും ഈ പാരാമീറ്റേഴ്സ്, അത് മ്യൂ ആയാലും ലാംഡ ആയാലും രണ്ടും വരാമല്ലോ. ചിലപ്പോൾ ഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി വരുമ്പോൾ ഇതിൽ മ്യൂവും വരെ ലാംഡയും വരും. പക്ഷെ അപ്പോഴും നമ്മൾ ഡോയൽ ബൈ ഡോ മ്യൂ, ഡോയൽ ബൈ ഡോ ലാംഡ എടുക്കാൻ പാടില്ല. കാരണം ഇങ്ങനത്തെ ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് വരുന്ന പ്രോബ്ലം ആണെങ്കിൽ ഈ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലയേഴ്സ് ഇതിന് അനുസരിച്ചുള്ള ഡെറിവേറ്റീവ് ഡോയൽ ബൈ ഡോ ലാംഡ അല്ലെങ്കിൽ ഡോയൽ ബൈ ഡോ മ്യൂ ഒന്നും ആ പ്രോബ്ലത്തിൽ എടുക്കാൻ പാടില്ല. ഇങ്ങനെ വരുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്ന കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലം. പിന്നെ ഗിവൺ കൺസ്ട്രെയിൻ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ലാംഡേൻ്റെ കാര്യവും കൺസിഡർ ചെയ്യണം എക്സ്ട്രാ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എക്സ് വൈ കണ്ടുപിടിക്കും. ചെക്ക് ദ സൊല്യൂഷൻ പോയിൻറ്റ്സ് എക്സ് വൈ ലാംഡ വിച്ച് മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ. ഏതാണ് അതിൽ മാക്സിമൈസ് എന്ന് കാണും. ഓക്കെ, ഇതാണ് ഈ പ്രോബ്ലം ചെയ്യുന്ന രീതി. ഇതാണ് ഓക്കെ. ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലം നോക്കാം. മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ എന്നതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സബ്ജക്റ്റ് ടു പിന്നെ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എക്സ് വൈയും കൺസ്ട്രെയിൻറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതായത് ഇൻഇക്വാലിറ്റി ആണ്, മാത്രമല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, കറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് മാത്രമുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എൽ എടുക്കേണ്ടത് ശ്രദ്ധിക്കണം. എൽ എടുക്കേണ്ടതെന്നാണ് ഇത് മൈനസ് ലാംഡ ഒറ്റൊന്നേ ഉള്ളൂ, ജി ഈക്വൽ ടു ബി എന്ന രൂപത്തിലാണ്. ജി ഇതാണ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന രൂപത്തിലാണ്. ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. G1 G2 രണ്ട് എണ്ണം ഇല്ല, ഒറ്റൊന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലാംഡ മാത്രം എടുത്താൽ മതി. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ് ലാംഡ ഇൻറ്റു ഇതെങ്ങനെ എഴുതാം? ഒരു സൈഡിലേക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 എന്ന്. അതായത് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ മൈനസ് ലാംഡ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ മൈനസ് ബി, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ്. ഇതാണ് എൽ എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 1. എൽ എഴുതുക. ഓക്കെ, പ്രോബ്ലത്തിൽ 1/3 ഭാഗം മാർക്ക് കിട്ടാൻ അത് മതി. ഓക്കെ, ഈ പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പ് 2ലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞു എല്ലിലിപ്പം എന്താവുന്നുള്ളത് എഫ് ഓഫ് എക്സ് വൈ 1 മൈനസ് ലാംഡ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ മൈനസ് ബി എന്ന രൂപത്തിലാണ്. അപ്പോൾ ഒരു ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻ്റ് ആണുള്ളത്. അപ്പോൾ അതിലൊരു ലാംഡ വന്നു. ഞാൻ പറഞ്ഞു ഡോയൽ ബൈ ഡോ ലാംഡ ആവശ്യമില്ല. ഞാനിവിടെ അബദ്ധത്തിൽ എഴുതിയ വെട്ടിയുണ്ടോ? ഡോയൽ ബൈ ഡോ ലാംഡ വേണ്ട. ഡോയൽ ബൈ ഡോ എക്സും ഡോയൽ ബൈ ഡോ വൈ മാത്രം മതി. എക്സ്ട്രാ വേണ്ടത് ലാംഡ ഇൻറ്റു ജി മൈനസ് ബി ഈക്വൽ ടു 0. ഇതിന് പകരം ലാംഡ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ മൈനസ് ബി ഈക്വൽ ടു 0 ഈ പ്രോഡക്റ്റ് ആക്കി എഴുതുന്നൊരു വേണം. അത് ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് അങ്ങനെ വേണം. പിന്നെ ഗിവൺ കണ്ടീഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഗിവൺ ആയിട്ടുള്ള കൺസ്ട്രെയിൻറ്റ് എഴുതണം. പിന്നെ ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. മാക്സിമൈസ് ഉള്ള പ്രോബ്ലമാണ്. അപ്പോൾ ലാംഡ ഗ്രേറ്റർ, ഇങ്ങനെ 5 കാര്യങ്ങളാണ്
ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0, ഡോ എൽ ബൈ ഡോ വൈ ഈക്വൽ ടു 0, ലാംഡ ഇൻറ്റു ജി മൈനസ് ബി ഈക്വൽ ടു 0, പിന്നെ ഗിവൺ കണ്ടീഷൻ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, പിന്നെ ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇങ്ങനെ 5 കാര്യങ്ങൾ എഴുതി വെക്കുക. ഇപ്പം തന്നെ പകുതി മാർക്കായി. 6 മാർക്കിന് ക്വസ്റ്റൻ ആണെങ്കിൽ 3 മാർക്കിന് ഇപ്പം തന്നെയായി. ലഗ്രാഞ്ച് ഫംഗ്ഷൻ എഴുതുകയും ഇത്ര എഴുതി വെച്ചാൽ മതി. ഇനി ഇത് സോൾവ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഏകദേശം ഫുൾ മാർക്ക് 5 മാർക്ക് കിട്ടും. പിന്നെ അത് ലാസ്റ്റ് ഒന്ന് വെരിഫൈ ഏതാണ് മാക്സിമം, ഏതിനാ മാക്സിമം, അതാണ് 1 മാർക്ക് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് പോവുക. എന്തായാലും നിങ്ങൾക്ക് ഏത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും പകുതി മാർക്ക് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഈ ഇക്വേഷൻസ് മാത്രം എഴുതിയാൽ തന്നെ പകുതി മാർക്ക് കിട്ടും. ബാക്കി സോൾവ് ചെയ്യുന്നതൊക്കെ പിന്നെ ആണ്. ഓക്കെ, ഇതിൽ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലാംഡയ്ക്ക് പ്രത്യേകത ഉണ്ട്. ലാംഡ നേരത്തെ പോലെയല്ല, ലാംഡ ചെക്ക് ചെയ്യണം. നേരത്തെ പിന്നെ മ്യൂ കണ്ടുപിടിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മ്യൂ എന്തായാലും ചിഹ്നം എന്തായാലും അവിടെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ലാംഡ കറക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അത് പോസിറ്റീവ് ആവുന്ന എക്സ് വൈ മാത്രമേ എടുക്കാവൂ. അങ്ങനെ പോസിറ്റീവ് ആവുന്ന കുറേ എക്സ് വൈ ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക ഏതിനാണ് മാക്സിമം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഫ്രം വൺ വൈ മൈനസ് 2 ലാംഡ എക്സ് 0 ആകുമ്പോൾ നമ്മൾ വൈ ഈക്വൽ ടു 2 ലാംഡ എക്സ് ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അവിടുന്ന് ലാംഡ കിട്ടും വൈ ബൈ 2x, അതാണ് ലാംഡ. രണ്ടാമത്തതിൽ ഇതുപോലെ തന്നെ എക്സ് 2 ലാംഡ വൈ പ്രതിക്കുന്ന എക്സ് ഈക്വൽ ടു 2 ലാംഡ വൈ. അപ്പോൾ ലാംഡ എന്താ എക്സ് മൈനസ് 2y ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ കാര്യമാണ്, ഇത് രണ്ടും ലാംഡയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാന്ന് എഴുതാം. അപ്പോൾ വൈ ബൈ 2x എക്സ് ബൈ 2y ഈക്വലാന്ന് എഴുതി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2y ഇൻറ്റു വൈ, 2y സ്ക്വയർ ഈക്വൽ ടു 2x ഇൻറ്റു 2x സ്ക്വയർ. അപ്പോൾ 2 ഇൻറ്റു ക്യാൻസൽ ആയി, വൈ സ്ക്വയർ ഈക്വൽ അല്ലെ എക്സ് സ്ക്വയർ ഈക്വൽ വൈ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഫ്രം 3 അതാണ് അതിൻ്റെ പ്രത്യേകത. 3 എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ പ്രത്യേകത അതൊരു പ്രൊഡക്റ്റാണ്. ലാംഡ ഇൻറ്റു വേറൊന്ന് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റ് 0 ആകുമ്പോൾ ഏതെങ്കിലും ഒന്ന് 0 ആവണം. ഒന്നുകിൽ ലാംഡ 0 ആണ്, അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റുള്ള 0 ആവണം. ഓക്കെ, അപ്പോൾ ഫ്രം 3 ലാംഡ ഈക്വൽ ടു 0 ഓർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഓരോ കേസ് എടുത്ത് നോക്കുക. ലാംഡ 0 ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലാംഡ ഈക്വൽ ടു 0 ആണെങ്കിൽ വൈ ബൈ 2x 0, ലാംഡ ഇതാണല്ലോ, വൈ ബൈ 2x 0 ആവും. അതുപോലെ എക്സ് ബൈ 2yയും 0. അങ്ങനെ ഇത് 0 ആവണമെങ്കിൽ ന്യൂമറേറ്റർ 0 ആവണം, വൈ 0 ആവണം. ഇത് 0 ആവണമെങ്കിൽ ന്യൂമറേറ്റർ 0 എക്സ് 0 ആവും, വൈ 0 ആവണം, എക്സ് 0 ആവണം. ഒരു ക്വസ്റ്റ്യൻ്റെ ഫോമിൽ എഴുതിയ 0 ആവണം, അതിൻ്റെ ന്യൂമറേറ്റർ 0 ആവും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? എക്സ് 0 വൈ 0 ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ലാംഡ 0 ആണല്ലോ, ലാംഡ 0. അപ്പോൾ ഈ എക്സും വൈയും ലാംഡയും പരിശോധിക്കും, 3 0 ആണ്. കുഴപ്പമില്ല, ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അഞ്ചാമത്തെ കണ്ടീഷൻ. 0 ആവാം. അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റുന്ന വിലയാണ്. എക്സ് വൈ എന്നുള്ള 0 നമുക്ക് എടുക്കാൻ പറ്റുന്ന വിലയാണെന്ന് മനസ്സിലായി. ഇനി ലാംഡ 0 അല്ലെങ്കിൽ എന്ത് ശരിയാവണം? രണ്ടാമത്തെ കാര്യം ഇത് ശരിയാവണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 0 ആവണം. അപ്പോൾ നമുക്ക് വൈ സ്ക്വയർ കാണുന്നിടത്ത് എക്സ് സ്ക്വയർ കൊടുക്കാം. നേരത്തെ പറഞ്ഞല്ലോ, വൈ സ്ക്വയർ കാണുന്നിടത്ത് എക്സ് സ്ക്വയർ കൊടുക്കുക. അത് കോമണാണ്. ഈ ലാംഡ 0 ആണോ എന്താന്നുള്ള പ്രശ്നമൊന്നും അതിനില്ല. വൈ സ്ക്വയർ കാണുന്നിടത്ത് എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പോൾ ലാംഡ 0 ആവുന്ന കേസ് അല്ലാത്ത കേസും വേറെ നോക്കുകയാണ്. ലാംഡ 0 ആവുന്ന കേസ് പരിശോധിച്ചു. ലാംഡ 0 അല്ലാത്ത കേസ് ഇതാണ്. ഇതിന് അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, ഇത് ആദ്യമുള്ളതാണ്. വൈ സ്ക്വയർ കാണുന്നിടത്ത് എക്സ് സ്ക്വയർ കൊടുക്കാം. അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ കാണുന്നിടത്ത് നമ്മൾ എക്സ് സ്ക്വയർ കൊടുക്കും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0, അതായത് 2x സ്ക്വയർ മൈനസ് 1 0, അല്ലെങ്കിൽ 2x സ്ക്വയർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/2. അപ്പോൾ എക്സ് റൂട്ട് 1/√2 മൈനസ് 1/√2. ഇങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, ഈ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വൈ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. ഈ 1/2 ആയാലും മൈനസ് 1/2 ആയാലും സ്ക്വയർ ആണ്. അത് 1/2 ആണ്. അപ്പോൾ വൈ സ്ക്വയർ 1/2 പറഞ്ഞാൽ വൈൻ്റെ വില റൂട്ട് 1/2 1/√2 മൈനസ് 1/2. അപ്പോൾ എക്സിൻ്റെ വില 1/√2 മൈനസ് 1/√2, വൈൻ്റെ വില 1/√2 മൈനസ് 1/√2. വൈ ഈക്വൽ ടു എക്സ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് ആവണമെന്നില്ല. ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ മൈനസ് 2ൻ്റെ സ്ക്വയർ ഈക്വൽ ആവാം, പക്ഷേ 2 മൈനസ് 2 ഈക്വൽ അല്ലല്ലോ. അങ്ങനെ ആവണം നിർബന്ധമില്ല. വൈ ഈക്വൽ ടു എക്സ് എന്ന ഒരു കണ്ടീഷനിൽ വരുന്നില്ല. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് ആവണമെന്നില്ല. കാരണം റൂട്ട് പോസിറ്റീവ് നെഗറ്റീവ് വരാം, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് 1/√2 ആണെങ്കിൽ മറ്റത് 1/√2 ആവണമെന്നൊന്നുമില്ല, വൈയും 1/√2 ആവണമെന്നില്ല. അല്ലെ ഇത് മൈനസ് 1/2 ആണെങ്കിൽ വൈയും മൈനസ് 1/2 ഈക്വൽ ആവണമെന്നില്ല. അതുകൊണ്ട് 4 ചാൻസ് ഉണ്ട്. ഇത് 1/√2 ആവും, ഇത് 1/√2 ആവാം, ഇത് 1/√2 ഇത് മൈനസ് 1/√2 ആവാം, തിരിച്ച് ഇത് മൈനസ് 1/√2 ഇത് 1/√2. അങ്ങനെ 4 ചാൻസ് ഉണ്ട് എക്സ് വൈക്ക്. അതാണ് ഇവിടെ എഴുതിയത്, ഈ 4 ചാൻസ് ഉണ്ട്. പക്ഷേ ഈ 4 ചാൻസ് നമ്മൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ലാംഡ പരിശോധിക്കണം. ലാംഡ പരിശോധിച്ച് നോക്കണം. ലാംഡ എന്ന് പറഞ്ഞാൽ x/2y ഉണ്ട്.
ലാംഡയുടെ ഒരു വില കാണാനുള്ള മെത്തേഡ് നേരത്തെ പറഞ്ഞു. x/2y എന്നുള്ളത് ലാംഡയുണ്ട്. ഇതാ x/2y ഇതെടുത്താൽ മതി. ഇത് അല്ല ഇത് ഏതൊക്കെ ഒന്ന് x/2y. അപ്പോൾ അത് ലാംഡ എടുത്താൽ നമുക്ക് ഓരോന്നെടുത്ത് പരിശോധിക്കുമ്പോൾ പോസിറ്റീവ് ആവണമെങ്കിൽ x/2y പോസിറ്റീവ് ആണെങ്കിൽ ഇതിന് ശരിയാണ്, ഇതിന് ശരിയാണ് അല്ലേ? കാരണം അല്ലാതെ എടുത്തുകൂടാ. വ്യത്യസ്ത ചിഹ്നമുള്ളതാണ്. എക്സിന് ഒരു ചിഹ്നവും വൈക്ക് വേറെ ചിഹ്നമാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ് ലെസ്സർ ഓർ ഈക്വൽ ടു 0 ആയി. അതുകൊണ്ട് അത് പറ്റില്ല. ഇതും പറ്റും, ഇതും പറ്റും. ഒരേ ചിഹ്നമുള്ളത് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് 1/√2 1/√2 -1/√2 -1/√2 എടുക്കും. 4 ഈ 2 പറ്റൂ. പിന്നെ നേരത്തെ കിട്ടി 0 0 പറ്റും. ഈ 3 കാര്യങ്ങളെ ഇപ്പം ഈ പറഞ്ഞ 5 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ലാംഡ ഗ്രേറ്റർ ദാൻ 0 ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന 5 പോയിൻ്റ് അപ്പോൾ കിട്ടിയത്. ഒന്ന് നേരത്തെ കിട്ടി x0 y0. ഇപ്പോൾ കിട്ടിയത് ഈ 2 മാത്രം. ഓക്കെ, എനിവേ പിന്നെ xy എന്നുള്ളത് 0 0 നേരത്തെ കിട്ടിയത്. പിന്നെ ഇത് 2 ആവാം എന്ന് പറഞ്ഞു. ഇത് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇത് വെരിഫൈ ചെയ്യാണ്. എടുത്ത് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതിനാണ് മാക്സിമം എന്ന് നോക്കുകയാണ്. ഏതിനാണ് മിനിമം എന്ന് നോക്കാനിപ്പം പറ്റില്ല. മിനിമത്തിൻ്റെ കാര്യത്തിൽ ലാംഡ നെഗറ്റീവ് ആയിരിക്കണം കേട്ടോ. മിനിമത്തിൻ്റെ കാര്യത്തിൽ ലാംഡ നെഗറ്റീവ് ആയിരിക്കണം, അത് ഉറപ്പിക്കണം. ഇത് 3 പറ്റില്ല മിനിമം നോക്കാൻ, മനസ്സിലായില്ലേ? ഇത് 3 നമുക്ക് ഈ പ്രോബ്ലത്തിന് മിനിമം നോക്കാൻ പറ്റില്ല. ഈ നേരത്തെ പ്രോബ്ലമാണെങ്കിൽ കുഴപ്പമില്ല. ഇക്വാലിറ്റി കൺസ്ട്രെയിൻറ്റ് മാത്രമുള്ള പ്രോബ്ലത്തിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ലാംഡയൊന്നും ഇല്ലല്ലോ. അവിടെ നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതിനാണ് മാക്സിമം ഏതിനാണ് മിനിമം എന്ന് അന്നേരം തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇതിൽ മിനിമം നോക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. മാക്സിമം നോക്കാൻ മാത്രമേ ഇത് എടുക്കാവൂ. ഇത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ ഏതാണ് എഫ് മാക്സിമം കിട്ടുന്ന ആ വാല്യൂ എടുക്കണം. ഓക്കെ, അത് ശ്രദ്ധിക്കണം ഇവിടെ. പിന്നെ നിങ്ങൾ മിനിമം ഏതിനാണ് മിനിമം നോക്കണമെങ്കിൽ ലാംഡ നെഗറ്റീവ് ആവുന്ന വിലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് ലാംഡ നെഗറ്റീവ് ആവുന്ന വില ഇതിൽ അല്ലെങ്കിൽ ലാംഡ 0 അല്ല, ലെസ്സർ ഓർ ഈക്വൽ ടു 0 അല്ല. അപ്പോൾ ഈ 0 0 എടുക്കുക. ലാംഡ 0 ആവുന്ന കേസല്ലേ. ലാംഡ ലെസ്സർ ഓർ ഈക്വൽ ടു 0 ആവുന്നതാണ് മിനിമം നോക്കുക. അപ്പോൾ ഇതെടുക്കാം. ഈ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്ത ചിഹ്നമുള്ളതും എടുക്കാം. അത് മാത്രം മിനിമൈസേഷൻ മിനിമൈസ് നോക്കാൻ അത് 3 എടുക്കുക, അല്ലാണ്ട് ഇത് എടുക്കരുത്. അപ്പോൾ അത് വേറെ തന്നെ പ്രോബ്ലമായിട്ട് ചെയ്യണം. രണ്ടും കൂടി ഒന്നിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ലാംഡയുടെ വില പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ മാക്സിമം ഉള്ളൂ. ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന കേസാണെങ്കിൽ മിനിമം ഉള്ളൂ എന്നുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് സ്റ്റെപ്പ് 3 ഇതാണ് നമ്മുടെ മാക്സിമം ആക്കേണ്ടത്. അപ്പോൾ ഇത് മാക്സിമം ആവുന്നത് ഏതിലൊക്കെയാണ്? 1/√2 1/√2 -1/2 ആണ് മാക്സിമം ആവും. അല്ലാതെ 0 0 എടുത്താൽ 0 ആയിപ്പോകും. അല്ലാത്തതിലൊക്കെ ഒരേ വിലയാണ്. 1/√2 × 1/√2 ഒരേ വിലയാണ്. 1/2 വില. ഇത് കൊടുത്താൽ അതേ വില. അപ്പോൾ ഈ രണ്ടിലും ഇത് മാക്സിമമാണ്. ആ മാക്സിമം വില എന്താ? x/y ഏതാ? അത് 1/2 ആയിരിക്കും. ഓക്കെ, മിനിമം ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. മിനിമം ഇവിടെ 0 കിട്ടുന്നുണ്ട്. 0 0 കൊടുത്തപ്പോൾ 0 കിട്ടുന്നുണ്ട്. അതാണോ മിനിമം എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അത് വേറെ എടുത്ത് നോക്കണം. ലാംഡ നെഗറ്റീവ് ആകുന്ന വേറെ പോയിന്റ് എടുക്കാനുണ്ട്. അപ്പോൾ മറ്റേ 2 പോയിന്റ് എടുക്കാനുണ്ട്. അത് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയതിന് ശേഷം മാത്രമേ മിനിമം തീരുമാനിക്കാൻ പറ്റൂ. ഓക്കെ, ഇപ്പോൾ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ടേക്ക് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ മിനിമൈസേഷൻ പ്രോബ്ലംസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എഴുതിയിൽ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രെയിൻസിൽ ബ്രേക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ലാംഡ മാക്സിമൈസേഷൻ ലാംഡ പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. മിനിമൈസേഷൻ പ്രോബ്ലം ചോദിച്ചെങ്കിൽ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. രണ്ടും കൂടി വരുന്ന പ്രോബ്ലത്തിലാണിത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ അതേ പ്രോബ്ലമാണ്. അത് മിനിമൈസ് ആണെങ്കിൽ ഇതേപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ചെയ്യും, ഇതേ പ്രോസസ്സ് ചെയ്യും. പക്ഷേ ഈ 5ാമത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ലാംഡ 0 ആകുമ്പോൾ കുഴപ്പമില്ല, ലാംഡ 0 ആവാമല്ലോ. അപ്പോൾ x/y 0 കിട്ടി. അപ്പോൾ ഇതെടുക്കാം. എന്നാൽ ലാംഡ 0 അല്ലാത്ത കേസിൽ നമുക്ക് എക്സിന് ഈ കാര്യങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ലാംഡ നമുക്ക് നെഗറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമെങ്കിൽ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ വൈ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് 1/√2 വൈ -1/√2 എക്സ് അല്ലെങ്കിൽ നെഗറ്റീവ് -1/√2 വൈ പോസിറ്റീവ് ആയിരിക്കണം. സോ ദാറ്റ് ഈ ലാംഡ കാണുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് ഒന്ന് 0 0 എടുക്കാം, പിന്നെ 1/√2 -1/√2 എടുക്കാം, -1/√2 1/√2 എടുക്കാം. ഇങ്ങനെ ഉള്ള പോയിൻറ്റ്സാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് 3 എന്തായിരിക്കും? f(x, y) (x, y) മിനിമം ആവുക എവിടെയായിരിക്കും? ഇതില്ലായിരിക്കും. കാരണം 0 0 കൊടുത്താൽ 0 കിട്ടുക, പക്ഷേ ഇത് കൊടുത്താൽ നെഗറ്റീവാണ് കിട്ടുക. നെഗറ്റീവല്ലേ 0-നേക്കാൾ ചെറുത്. അപ്പോൾ മിനിമം ആവുന്നത് ഈ 2 പോയിൻറ്റ്സിൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള പ്രോബ്ലത്തിൽ അത് നമ്മൾ മനസ്സിലാക്കണം.
മറ്റൊരു കാര്യം ഇവിടെ നോക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഒക്കെ സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ആയിരിക്കണം. ഏതെങ്കിലും സിമ്പിൾ ഇങ്ങനെ വന്നാൽ അത് തിരിച്ചാക്കണേ മൈനസ് കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൈനസ് ജി മൈനസ് പി രണ്ടും മൈനസ് ജി മൈനസ് പി ആവും. അപ്പോൾ സിമ്പിൾ മാറും, ലെസ് ദാൻ ഓർ ഈക്വൽ ആവും. അത് നിങ്ങൾക്ക് സാധാരണയുള്ള കാര്യമാണ്. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 3 ആണ്. അപ്പോൾ മൈനസ് ഇട്ടാൽ -5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ -3 എന്നുള്ള തെറ്റല്ലേ? -5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ -3 എന്നിട്ടാൽ ചിഹ്നം തെറ്റല്ലേ? അപ്പോൾ സിമ്പിൾ മാറ്റണം. -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 ആയിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, രണ്ട് സൈഡും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി ചേഞ്ച് ചെയ്യും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവുക വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ അത് തിരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണം. അതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ഇതിൽ ചെറിയൊരു പ്രശ്നം, അങ്ങനെ എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലസ് ലാംഡ എന്നങ്ങായി പോകുന്നത്. അത് ചെയ്യണ്ട, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എപ്പോഴും മൈനസ് ലാംഡ നമ്മൾ എടുക്കുമെങ്കിലും മൈനസ് ലാംഡ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എടുക്കുക. L(f(x)y) മൈനസ് ലാംഡ ഇൻറ്റു ഇതല്ലേ എഴുതുക. അപ്പോൾ മൈനസ് ജി മൈനസ് പി എന്നാണ് എഴുതുക. പക്ഷേ ഈ മൈനസ് രണ്ടൊന്നും പുറമെ എടുത്താൽ പ്ലസ് ലാംഡയാവും. പ്ലസ് ലാംഡ ഇൻറ്റു ജി മൈനസ് പി എന്നാവും. പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെ വന്നോളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണ്ടു, ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ 0, സെഡ് ഗ്രേറ്റർ ഇങ്ങനെയൊക്കെ വന്നാൽ ഇതിലൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 സിമ്പിൾ, അത് മാറ്റണം. അതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ, മൈനസ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ -x ആവും. ഇവിടെ മൾട്ടിപ്ലൈ 0ൻ്റെ -0 തന്നെയാണ്. പക്ഷേ ഇൻഇക്വാലിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് എന്ത് വരും? -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -0 അല്ലെ 0 എന്ന് വരും. അതുപോലെ വൈ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് എന്താവും? -y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അത് സെഡ് ഗ്രേറ്റർ ദാൻ 0 -z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇത് ഇങ്ങനെയുള്ള സംഗതികളാണ് അങ്ങനെ വരിക, സിമ്പിൾ മാറി വരിക. അപ്പോൾ അത് ഈ രീതിയിലേക്ക് മാറ്റി, പക്ഷേ എപ്പോഴും മൈനസ് തന്നെ എടുക്കണം. -λ1 ഇൻറ്റു ദിസ് ഇതായിരിക്കും, -λ2 ഇൻറ്റു ദിസ് ആയിരിക്കും, -λ3 ഇൻറ്റു ദിസ് ആയിരിക്കും. ഓക്കെ, ആ തരത്തിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളിന് മുന്നിൽ -λ എന്നാണ് വരിക. അത് അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ -λ1 -λ2, അങ്ങനെ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ -λ1 -λ2 -λ3 എന്നിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അത് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ.